ഹൈ കൂട്ടുകാരെ, ഇന്നത്തെ ലച്ചുട്ടി ഫാമിലി എന്ന കൊച്ചു ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അതോടൊപ്പം എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യണം. എല്ലാവർക്കും കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേണുസുതി തന്നെയാണ് ഇന്നത്തെ വിഷയം. രേണുസുതി ഈടെയായിട്ട് ഒരു ആൽബം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ആൽബാട്ടോ. പക്ഷേ അതിൽ അവർ ആൽബം ഇറക്കുന്നതിന് കുഴപ്പമില്ല. ഇവർ എടുക്കുന്ന സീനുകളും ഇവൾ തിന്നുന്നതും ഇവൾ ബാത്റൂമിൽ പോകുന്നതും ഇവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നതും എല്ലാം വീഡിയോ എടുത്തിട്ട് അപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ മീഡിയയിലും. അപ്പം ഞാൻ ചോദിക്കുന്നത്, രേണുവിന് ഒരു ആൽബം ഇറക്കുകയാണെങ്കിൽ ആൽബത്തിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ എല്ലാ ഭാഗങ്ങളും ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യുന്നു. ശരിക്കും നമ്മളൊരു പടം എടുക്കുകയാണെങ്കിലും ഒരു ആൽബം എടുക്കുകയാണെങ്കിലും നമ്മളിതിങ്ങനെ എടുക്കുന്നത് മൊത്തം നമ്മൾ അപ്ലോഡ് ചെയ്യാറില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ രേണുസുതിയുടേതും ഈ ആൽബം മാത്രമാണ് ഇങ്ങനെ കാണുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഓവറായിട്ട് രേണുവിനെ അറ്റാക്ക് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പല വീഡിയോൻ്റെ ചുവട്ടിലും പോയി ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിത് എടുക്കുന്ന വീഡിയോസ് എന്തിനാണ് അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ഇതുവരെ റിപ്ലൈ തന്നിട്ടില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഈ അടുത്തിടായിട്ട് ദാസേട്ടനും രേണുസുതിയും കൂടി തമ്മിലുള്ള ഒരു ആൽബം ഇറങ്ങിയിരുന്നത്. അത് കിസ് ചെയ്യുന്ന കുറേ സീനുകളുണ്ട്. പക്ഷെ അത് ഒറിജിനാലിറ്റി കിസ്സിങ് അല്ല. ലിപ്ലൊക്കെ അത് വല്ലാണ്ടാണെന്നും പറഞ്ഞിട്ട് ആളുകളൊക്കെ അത് വല്ലാണ്ട് ചിത്രീകരിച്ച് വിട്ടിട്ടുണ്ട്. ഞാനും കണ്ടിരുന്ന ആ ഒരു വീഡിയോ. പക്ഷെ അതിലൊന്നും അങ്ങനെ കാണുന്നില്ല, അതൊക്കെ അഭിനയമാണ്. രേണുസുതി അല്ല, ഇതിന് വലിയ ആളുകൾ വരെ ലിപ്ലോക്ക് ചെയ്തുകൊണ്ട് വീഡിയോസ് ഇറക്കുന്നില്ലേ, ഉടുതുണിയില്ലാതെ വീഡിയോസ് ഇറക്കുന്നില്ല. എല്ലാവരും എന്തുകൊണ്ടാണ് രേണുസുതിയുടെ പുറകെ പോകാനുള്ള മെയിൻ കാരണം എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. രേണുവിന് ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കണം. പക്ഷേ അവർ എന്ത് ചെയ്യുന്ന വീഡിയോസും പുറകെ നടന്ന് വീഡിയോസ് എടുത്ത് അപ്പോൾ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വിവാദങ്ങൾ മൊത്തം വരാനുള്ള പ്രശ്നം. അപ്പോൾ ശരിക്കും ഒരു പടം ഇറങ്ങുകയെന്നുണ്ടെങ്കിൽ അത് അവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷം മാത്രമേ അതിൻ്റെ ചെറുഭാഗം അവർ പുറത്തു വിടുന്നുള്ളൂ, അല്ലേ? അപ്പോഴാണ് ആ പടത്തിൻ്റെ ഒരു വിജയം ഉണ്ടാകുന്നത്. പക്ഷേ ഇവരതല്ല ചെയ്യുന്നത്. പടം എന്നല്ല, ഒരു ആൽബമായാൽ പോലും. പക്ഷേ ഇവരതല്ല ചെയ്യുന്നത്. ഇവർ എടുക്കുന്ന ഭാഗത്തിൻ്റെ ഓരോരോ ഷോട്ടും അപ്പോൾ മീഡിയകളിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മെയിൻ റീസൺ ഒന്ന്. പിന്നെ അതുപോലെ തന്നെ ഈ രേണുസുതി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും പിന്നെ അതുപോലെ തന്നെ ഇടയായിട്ട് ഡ്രസ്സ് മാറി ഇറങ്ങി വരുന്ന ഒരു വീഡിയോസ് കണ്ടിരുന്നു. മേലൊരു ഷാള് പോലും ഇടാത്തിയാണ്. എന്നിട്ട് പൊത്തി പിടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് യോജിക്കുന്ന ഡ്രസ്സ് നമ്മൾ ഇട്ടാൽ പോരെ. നമുക്ക് കംഫർട്ട്, അവൾ പറയുന്ന അവൾക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ് അവൾ ഇട്ടതെന്ന്. ശരി, ഓക്കെ, ഞാൻ സമ്മതിച്ചു. പിന്നെ എന്തിനാ പൊത്തി പിടിക്കേണ്ട ആവശ്യം? കംഫർട്ടെന്ന് തോന്നിയത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് പൊത്തി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഞാനും ഒരു ലേഡീസാണ്, അവൾ അഭിനയിച്ചോട്ടെ, അവളെ കുടുംബം നോറ്റിക്കൊണ്ട് നമ്മളാരും രേണുസുതിയെ വേറൊരു രീതിക്ക് ഞാൻ രേണുസുതിയെ കുറ്റം പറയാൻ പോയിട്ടില്ല. പക്ഷേ രേണുസുതിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വരുന്നത് ഇങ്ങനെയുള്ള ഓരോരോ സീനിലൂടെയാണ്. അപ്പോൾ രേണുസുതി അല്ല, രേണുസുതിയുടെ ഡയറക്ടറായാലും പ്രൊഡ്യൂസറായാലും ഇങ്ങനെയുള്ള ഷോർട്ട് വീഡിയോസ് ഇടാൻ അനുവദിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഇത്രയേറെ നെഗറ്റീവ് കമൻറ്റ് വരുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ, ആണ് എന്ന് ഞാൻ സ്ഥാപിക്കുന്നില്ല. അവരെങ്ങനെയോ ജീവിച്ചോട്ടെ. ഇത് കാണുമ്പോൾ ജനം പുറകെ രേണുസുതിയുടെ പുറകെയാണ് പോകുന്നത്. അവിടെ ജനത്തിനെ കുറ്റം പറയാൻ പറ്റില്ല. കുറ്റം പറയുന്നത് രേണുസുതിയെയും രേണുസുതിയുടെ ആൽബം എടുക്കുന്ന പ്രൊഡ്യൂസറും പിന്നെ ഡയറക്ടറും ഒക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. അല്ലാതെ ജനം പറയുന്നതിനെ രേണുസുതി കിടന്ന് തുള്ളിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും.